മഹാനായ CH മുസ്ലിം ലീഗിന്റെ നേതാവ് കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലത്ത് അദ്ദേഹം റഷ്യയിൽ പോയി. ഞാൻ കണ്ട റഷ്യ ഇത് യാത്രാ വിവരണമാണ്. CH മുഹമ്മദ് കോയ വിപ്ലവത്തിന് ശേഷം മുസ്ലിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് ലെനിൻ അത് താസ്കണ്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. അങ്ങനെയാണ് ഉസ്ബെക് ജനകീയ മ്യൂസിയത്തിൽ കരുതലോടെ അത് സൂക്ഷിക്കുന്നത്. നദവിയെ കേട്ടോ, ഷാങ്ങായി എന്ന് പറയുന്ന ഒറ്റ പട്ടണത്തിൽ മാത്രം 80-ൽ പരം മുസ്ലിം പള്ളികൾ. കാല നാസർ കൊളായി അല്ല, പിന്നാര കാല മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഞങ്ങൾ പോയ ചെറിയ പള്ളിയിൽ പോലും ജുമാക്ക് 3000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. എവിടെ? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ. ഇവിടെ പള്ളികളുടെ കാര്യം നോക്കാൻ ഗവൺമെന്റ് ആൻഡ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നിലവിലുണ്ടെന്ന് പള്ളിയിലെ ഇമാം ഞങ്ങളോട് പറഞ്ഞു. ന്യൂനപക്ഷ മതങ്ങൾക്ക് വിലക്കോ വിദ്വേഷമോ ചൈനയിൽ കണ്ടില്ല. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഇത്തരമൊരു പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യക്ഷനും ഉദ്ഘാടക പ്രാസംഗികനും എല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിഷയം വളരെ സാവകാശം ശ്രദ്ധിച്ച് പറയാതിരുന്നാൽ ഇത് ഇളക്കിവിട്ട ആളുകൾ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്തിപ്പോകും എന്നുള്ളത് കൊണ്ട് സാധാരണ എൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മെല്ലെ നോക്കി പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബവാഉദ്ദീൻ നദ്വി കൂരിയാട് ഒട്ടും ബുദ്ധിക്കുറവുള്ള ആളല്ല, പക്ഷെ നല്ല കുരുട്ട് ബുദ്ധിയുള്ള ആളുകൂടിയാണ്. അതുകൊണ്ടാണ് വളരെ തന്ത്രപൂർവം നബിദിന പരിപാടിയിൽ EMSന്റെ ഉമ്മയെക്കുറിച്ചും മറ്റു പ്രസ്താവനകളും നടത്തിയിട്ടുള്ളത്. ഈ കേരളത്തിൽ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം സുന്നികളാണ്, സൂഫി പാരമ്പര്യമുള്ളവരാണ്. ലോകത്ത് സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര സർക്കാരിന് ഇടപെട്ട് നടത്താൻ കഴിയാത്ത ഒരു കാര്യം ഭരണാധികാരികളില്ലാത്ത യമനിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൽ ഇടപെടാൻ സൂഫി വര്യനായ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സാധിച്ചത്. ആ സൂഫി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്, പക്ഷേ എന്നാൽ കൃത്യമായി മുസ്ലിം ലീഗിന്റെ വക്താവായി നിന്നുകൊണ്ട് ഒരാൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ചില ഉദ്ദേശം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് നബിദിനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നബിദിനത്തിന്റെ സൗഹാർദ്ദങ്ങളെയും പുതിയ ഇത്തവണത്തെ ഓണവും നബിദിനവും ഒരുമിച്ച് വന്നതൊക്കെ ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇദ്ദേഹം ഉദ്ദേശിച്ചത് EMSനെ കുറിച്ച് പറഞ്ഞാൽ സഖാക്കള് നബിയെ കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനാവും. അറിഞ്ഞോ അറിയാതെയോ ചിലരെങ്കിലും ആ ചൂണ്ടയിൽ കുത്തിയിട്ടുണ്ട്. പാർട്ടി നേതാക്കളല്ലോ, അനുഭാവികളായ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോ EMSനെ ഇതിലേക്ക് വലിച്ചയച്ചത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ EMSനെ പ്രസവിച്ച EMSന്റെ മാതാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങ് തെക്ക് നിന്ന് വടക്കോട്ട് കേരളത്തിലൂടെ കടന്നു പോരുകയാണെങ്കിൽ ഒരു തറവാട്ട് വീട്ടുകാരുടെ പഴയ ഒരു നമ്പൂതിരി കുടുംബത്തിന്റെ ഭൂമിയിൽ ചവിട്ടാതെ ഇങ്ങപ്പുറം പോരാൻ കഴിയില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ച ഏലംകുളം തറവാട്.
അങ്ങ് നിലമ്പൂര് മുതൽ ഇങ്ങ് അറബിക്കടൽ വരെ അവരുടെ ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയാം. ഭൂപരിഷ്കരണ നിയമം അത് ഓഹരി വെക്കാനാണ് തീരുമാനിച്ചത്. അത് മാത്രമല്ല, അങ്ങനെ ഭൂമി കൈവശമാക്കി വെക്കുന്ന ജന്മിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഒരുപക്ഷെ മലബാറിലെ ഏറ്റവും വലിയ ഒരു ജന്മിത്തറവാട്ടിൽ ജനിച്ച സഖാവ് EMS ആണ്. അദ്ദേഹം മരിക്കുമ്പോ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ 5000 രൂപയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അത് മകന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, മുസ്ലിം ലോകം ഏറെ ബഹുമാനിക്കുന്ന പ്രവാചകൻ സുബൈ നമസ്കരിക്കാൻ എണീറ്റ് നടന്നു പോകുമ്പോ പിറകെ നടന്നവർ കണ്ടിട്ടുള്ള അടയാളം ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായയുടെ അടയാളം. നിലത്ത് വിരിച്ച പായയിൽ കിടന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിലുള്ള ചിലർ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ആ ചിലരാൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഈ വചനം ഉപയോഗിച്ചത്. പ്രവാചകന്റെ കല്യാണം കഴിച്ചത് ആര് എന്നുള്ള തർക്കം, അല്ലെങ്കിൽ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതോ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതോ ഇന്നുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും എവിടെയും പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ തെളിയിക്കാൻ ഈ മാന്യനെ ഞാൻ വെല്ലുവിളിക്കാം. പ്രസംഗിച്ചവരുണ്ടാവും, യുക്തിവാദികളുണ്ടാവും, മറ്റു ചിലർ പലരും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യുക്തിവാദികളുണ്ട്, എന്നാൽ നല്ല മതവിശ്വാസമുള്ളവരുണ്ട്. ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കുമ്പോ ഈ പോസ്റ്റ് ഇട്ടതിനടിയിൽ ഞാൻ കണ്ടു, എന്റെ സുഹൃത്തുക്കളൊക്കെ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ കൊളായിയൊക്കെ പോയി കോളാമ്പിയായിന്, അത് പോട്ടെ, കാഫിറായ നാസിർ കൊളായിക്ക് നദിവിയെ കുറിച്ച് പറയാൻ എന്താ അധികാരം എന്നാ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നദിവി എന്ന് പറയുന്നത് UP-യിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു ഡിഗ്രിയാണ്, അല്ലേ? ഇപ്പൊ സക്കാഫി, മർക്കസു സക്കാഫത്തി സുന്നിയ, ബഹുമാന്യനായ കാന്തപുരത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചാൽ സക്കാഫിയാവും. ഫൈസാബാദിൽ പഠിച്ചാൽ ഫൈസിയാവും. അങ്ങനെ വരുമ്പോ 8ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുകയും അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് വെറുതെ നിൽക്കുമ്പോ എന്റെ ബാപ്പ പിടിച്ച് എന്നെ ചേർത്തിയ ഒരു അറബി കോളേജ് ഉണ്ട്. അഫ്സലുൽ ഉലമ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഞാൻ കാണാൻ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. ആ കോളേജിന്റെ പേര് അൻവാറുൽ ഇസ്ലാം കോളേജ് എന്നാണ്, കുനിയിൽ. അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പുറത്ത് വരുന്നവരുടെ വിളിക്കുക അൻവാരിന. അപ്പൊ ഒരു അർദ്ധ അൻവാരിയാണ് ഈ നിൽക്കുന്നത്. ചെറിയൊരു ഡിഗ്രി എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈസാബാദിൽ പഠിച്ചവർ ഫൈസിയാവും. ഇവിടുത്തെ ഈ മഹാൻ പട്ടിക്കാട് ഫൈസാബാദിലുള്ള ജാമിയ നൂരിയയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തേ ഇയാളുടെ പേരിന് പിന്നിൽ ഫൈസി എന്നില്ലാതെ പോയി? ചോദ്യാണ് കേട്ടോ, ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ. അതൊരു അപമാനമായി തോന്നിയതാണോ? ഞാൻ ഇതുമായി അന്വേഷിച്ച് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയത് ഇയാളെ മഹാനായ ശംസുൽ ഉലമ ജാമിയ നൂരിയയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയതാണ്. അതിന്റെ കാരണം ഞാൻ കേൾക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചില ബന്ധങ്ങളാണ്. ഇതൊക്കെ ഞാൻ കേൾക്കുന്നതാണ്. അപ്പോ എന്തായിരുന്നു അയാളുടെ താല്പര്യം ഈ കാര്യത്തിൽ? ഞാൻ എൻ്റെ ഡിഗ്രി പറയാനുള്ള കാരണം, നമ്മളൊരു മോശക്കാരനാണ്, കാഫറാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പറയാൻ കഴിയൂല എന്നൊക്കെ പറയുന്നോണ്ടാണ്.
ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്റെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബ് ആയിരുന്ന അരീക്കോട് ഉണ്ടായിരുന്ന ഒരു മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് മരിച്ചു. ഞാൻ ആ വിവരം അറിയുന്നത് ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ പറ്റിയില്ല. 2014 ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എന്റെ ഭാര്യയോടൊപ്പം പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ പോകുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അപ്പൊ ഞാൻ മോശക്കാരനല്ല. ഞാൻ ഒരു ഉംറയല്ല ഞാൻ നിർവഹിച്ചത്. 6 വർഷം ജിദ്ദയിലുണ്ടായിരുന്നു. ഒരു ഡസനിലധികം ഉംറ നിർവഹിച്ചിട്ടുണ്ട്, ഒരു ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ നാസിർ കൊളായി ഹാജിയാണ് ഞാൻ. ഇതൊക്കെ ഞാൻ ആമുഖമായി പറയാനുള്ള കാരണം മറ്റവർക്ക് ഒരു കനം പോരായിക വരും. അങ്ങനെ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് 6-ാം നൂറ്റാണ്ട്. ആരൊക്കെയോ 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞു. 6-ാം നൂറ്റാണ്ട് ഇരുണ്ട കാലമായിരുന്നു. ആ ഇരുണ്ട കാലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പ്രവാചകനാണ്. അല്ലാതെ പ്രവാചകന്റെ കാലത്തല്ല ഇരുണ്ട കാലം. ഞാൻ ഈ ഉംറക്കൊക്കെ പോകുമ്പോ ഹറമിലേക്ക് കയറുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, കിങ് ഫഹദ് ഗേറ്റ്. ആ ഗേറ്റിനടുത്തൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ഖബർസ്ഥാൻ കാണാം. ഖബർസ്ഥാനല്ല, എന്നെ കൊണ്ടുപോയ ഉസ്താദന്മാരെ എനിക്ക് കാണിച്ചു തന്ന 6-ാം നൂറ്റാണ്ടിലെ കറുത്ത കാലത്ത് പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെണ്ണായി പിറന്ന ജന്മങ്ങളെ കുടിച്ചുമൂടി, പെണ്ണായി പിറന്ന കുട്ടിയെ ജീവനോടെ കുടിച്ചുമൂടി പ്രവാചകന് മുമ്പുള്ള അറബികൾ, അവർ മുസ്ലിങ്ങളല്ല. ആ കുടിച്ചു മൂടിയ സ്ഥലം ഇന്നും കാണാം. നദ്വി പറഞ്ഞല്ലോ, മന്ത്രിമാർക്ക്, MP-മാർക്ക്, MLA-മാർക്ക് ഒക്കെ സ്റ്റെപ്പിനികളുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ അടിമക്കമ്പോളത്തിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമ സ്ത്രീകൾ ഒരു വീട്ടിൽ 10ഉം 20ഉം 30ഉം ഈ അറബികളുടെ വെപ്പാട്ടികളായിട്ടുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളല്ല. ഇസ്ലാം വെപ്പാട്ടികളെ അനുവദിക്കുന്നില്ല. അവിടേക്കാണ് പ്രവാചകൻ വരുന്നത്. പെണ്ണായി പിറന്ന ജന്മത്തെ പോലും ശാപമായി കണ്ട ഒരു ജനതക്കിടയിലേക്ക് വന്ന് ആ സ്ത്രീകൾക്ക് അവകാശം കൊടുത്ത്, സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ആ സ്ത്രീക്ക് സ്വത്തിൽ അവകാശം കൊടുത്തത് പ്രവാചകനാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയിൽ കെട്ടിവെച്ച് അതിന് പകരമായി EMSന്റെ ഉമ്മയെ കുറിച്ച് സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അത്ഭുതമല്ല. 1ഉം കെട്ടും 2ഉം കെട്ടും EMSന്റെ ഓളിയും കെട്ടുന്ന് ഈ കേരളത്തിലെ മുദ്രാവാക്യം കേട്ടതാ. 1ഉം കെട്ടും 2ഉം കെട്ടും 3ഉം കെട്ടും EMSന്റെ ഓളിയും കെട്ടും. അപ്പൊ ഉമ്മാനെ പറയുന്ന ശീലം ഈ നദ്വിക്ക് മാത്രമല്ല ഉള്ളത്, അത് ലീഗിന് മൊത്തത്തിലുണ്ട്. ഇയാളുടെ കൂടെയുള്ള ഒരു സാധനമുണ്ട്, നാസിർ ഫൈസി കൂടത്തായി. എന്നോട് ഇന്നലെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാസിർ കൂടത്തായിനെ പറയാവട്ടോ, അയാളെ ഫൈസി എന്നൊന്നും പറയരുത്, അത് ഫൈസി പദത്തിന് അപമാനാണ്. ഈ നാസിർ ഫൈസി കൂടത്തായിയുടെ കൂടെ വേറെ സാധനമുണ്ട്, അബ്ദുറഹ്മാൻ കല്ലായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുഹമ്മദ് റിയാസ് വീണ വിജയനെ കല്യാണം കഴിച്ചപ്പോ അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ തമ്മാടിയുടെ പേരാണ് അബ്ദുറഹ്മാൻ കല്ലായി. അന്ന് ഞാൻ അയാളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബീബി അബ്ദുള്ളക്കോയുടെ മകൻ കല്യാണം കഴിച്ചത് ആരെയാ? ഒരു അമുസ്ലിമിനെയാ. ഈ അഹമ്മദിന്റെ മകൻ കല്യാണം കഴിച്ചത് ആരെയാണ്? ഒരു അമുസ്ലിമിനെയാ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അന്ത്യപ്രവാചകന്റെ മകൾ സൈനബ. സൈനബയുടെ ഭർത്താവിന്റെ പേര് അബുൽ ആസ്. ഈസ് നോട്ട് എ മുസ്ലിം. മുസ്ലിം ആയിരുന്നില്ല. ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ യുദ്ധമാണ് ബദർ യുദ്ധം. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ
ഇസ്ലാം ഉണ്ടാകുമെന്നുള്ളതൊക്കെ അടുത്ത വിഷയം. അങ്ങനെയാ പറയാ, നിലനിൽപ്പിന്റെ യുദ്ധം. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ പേരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ രക്തസാക്ഷിത്വം സുന്നി വിഭാഗം ആചരിക്കുമ്പോ അത് അനിസ്ലാമികമാണ്, ശിർക്കാണ് എന്ന് പറയുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഈ നദുവിക്ക് ബന്ധം. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് ഈ കേരളത്തിൽ 588 രക്തസാക്ഷികളുണ്ട്. ഞങ്ങൾ സാന്ദർഭികമായി പറയാണ്, അതിലെ മഹാഭൂരിപക്ഷവും RSSുമായി പൊരുതി മരിച്ചവരുമാണ്. എല്ലാ രക്തസാക്ഷികളെയും ഞങ്ങൾ അനുസ്മരിക്കും. രക്തസാക്ഷികൾ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി നൽകിയവരാണ്. അതുകൊണ്ട് ഓർമ്മ ദിനങ്ങൾ ഞങ്ങൾ ആചരിക്കും. ഞങ്ങൾ പതാക ഉയർത്തും, പ്രഭാത പേരി മുഴക്കും, വൈകുന്നേരം പൊതുയോഗം സംഘടിപ്പിക്കും. എന്നതുപോലെ മതവിശ്വാസ പ്രകാരം മഹാഭൂരിപക്ഷം വരുന്ന സുന്നികള് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോ അത് അനിസ്ലാമികമാണെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വാദത്തോടൊപ്പം നിൽക്കുന്നു. ഈ നദവി ജമാഅത്തിന്റെ വേദികൾ പങ്കിടുന്നു. ഇയാൾക്ക് മുമ്പേ ഉള്ളത് കൊണ്ടാണ് സംശുലുലമ ഇയാളെ പുറത്താക്കിയത് എന്നാ ഞാൻ കേട്ടത്. ഈ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ വാശി പിടിച്ച് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച കഥ പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം. ബദർ യുദ്ധത്തിൽ മറുപക്ഷത്തിരുന്ന് പ്രവാചകനെതിരെ യുദ്ധം ചെയ്തു. അന്ന് രാത്രിയിൽ ഖദീജ ബീവി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ആരാണ് അനാഥരാവുക? എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടാൽ ഞാൻ അനാഥനാവും, എന്റെ കുട്ടികൾ അനാഥനാവും, എന്റെ പിതാവ് കൊല്ലപ്പെട്ടാൽ ഞാൻ അനാഥനാവും. പക്ഷേ അബുല്ലാസ് കൊല്ലപ്പെട്ടില്ല. അബുല്ലാസിനെ തടവുകാരനായി പിടിച്ചു, മദീനയിലേക്ക് കൊണ്ടുപോയി. തടവുകാരെ വിട്ടയക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. സൈനബയുടെ കയ്യിലുള്ളത് ഒരു മാല മാത്രം, പ്രവാചകന്റെ മകൾ. ആ മാല ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചു മദീനയിൽ. ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ മോചനദ്രവ്യങ്ങൾ, ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. അബുല്ലാസ് എന്ന പേര് വിളിച്ചപ്പോ സൈനബ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച മാല പ്രവാചകന്റെ മുമ്പിലേക്ക് നീക്കി വെച്ചു. ആ മാല കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പ്രവാചകൻ. മരണസമയത്ത് ആദ്യ ഭക്തി പ്രിയപ്പെട്ട ഖദീജ ബീവി മരണസമയത്ത് മകളുടെ കഴുത്തിൽ അണിയിച്ച മാലയാണ്. അബുല്ലാസ് മരണത്തിന് തൊട്ടു മുമ്പ് മുസ്ലിം ആയിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകന്റെ മകളുടെ ഭർത്താവ് അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം. എന്നിട്ട് ഈ അബ്ദുറഹിമാൻ കല്ലായി, ഞാൻ അയാളെ പറയാൻ വേണ്ടിട്ടാ പറഞ്ഞു. അബ്ദുറഹിമാൻ കല്ലായിന്റെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരുണ്ടെങ്കിൽ മാത്രം ഞാനൊന്ന് കേൾപ്പിക്കാന്ന്. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഇയാളെ പറയുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല. ഉള്ളാളെ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ട്. കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ ഉമ്മനെ വിളിക്കാന്നുള്ളത് ഇവരുടെ ഒരു വർഗ സ്വഭാവമാണ്. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, എനിക്ക് അതിയായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? ഈ നാട്ടിലെ മദ്രസ അധ്യാപകർക്ക്, ഉസ്താദുമാർക്ക് നല്ല വൃത്തിയുള്ള ഒരു വേഷം, അവർക്ക് IT മേഖലയിൽ വിദ്യാഭ്യാസം, വാഹനമോടിക്കാനുള്ള പരിചയം, അവർക്കൊരു നിലവാരം ഉണ്ടാക്കി കൊടുത്ത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മറ്റുള്ളവരൊന്നും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇനി ഞാൻ AP എന്ന് പറഞ്ഞിട്ട് നടക്കണം കേട്ടോ. ഞാൻ AP ഒന്നല്ല, ഞാൻ PP ആണ്. PP അബ്ദുൽ നാസർ, പെരിങ്ങമ്പുറത്ത് അബ്ദുൽ നാസർ. ആ ബഹുമാന്യനായ കാന്തപുരത്തിന്റെ ഉമ്മാന്റെ കാലത്ത് മുമ്പ് കണ്ടോ, ഉമ്മാനെ പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം ബാപ്പാനി ഉമ്മാനിയും ഒക്കെ പറയാൻ പാടുണ്ടോ? എതിരാളികളെ പറയുമ്പോ എന്തിനാ അവരുടെ ബാപ്പാനിയും അവരുടെ ഉമ്മാനിയും ഒക്കെ പറയുന്നത്? അതിന് ഇയാൾ പറഞ്ഞ ന്യായം എന്താണ്? ലോകമറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് EMS. അതുകൊണ്ട് പ്രവാചകനെ പറയുമ്പോൾ, അതായത് പ്രവാചകനെ EMSലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പ്രവാചകനെ ചെറുതാക്കി. 5 നേരം നമസ്കരിക്കുമ്പോ കോടാനുകോടി മനുഷ്യർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾ EMSലേക്ക് കൊണ്ടുവന്ന് ഒതുക്കി കെട്ടാൻ നോക്കി. ഇന്ത്യ മുഴുവൻ അറിയുന്ന, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി കസ്തൂർബായെ കല്യാണം കഴിച്ചത് 11ാം വയസ്സിലാണെന്നാണ് ഞാൻ കേട്ടത്.
ഞാൻ എൻ്റെ ഭാര്യയെ കിട്ടുമ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇന്നത്തെ കണക്കിന് പോക്സോ ഇത് റിക്കാർഡായി പോയാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കും. അപ്പൊ ഇയാൾ എന്തിനാ അപ്പൊ EMSന്റെ വിവാഹ പ്രായം പറഞ്ഞുകൊണ്ടെന്ന്? ഞങ്ങൾ ആരെങ്കിലും പ്രവാചകൻ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നബിയെ കുറിച്ച്, നബിയുടെ ഭാര്യമാരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ ഉദ്ദേശിച്ചത് EMSനെ കുറിച്ച് പറഞ്ഞാൽ തിരിച്ച് ഇതുപോലെയുള്ള വേദികളിൽ പ്രവാചകനെ കുറിച്ച് പറയണം. അപ്പൊ പ്രവാചകനെ കുറിച്ച് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരോധം കുത്തിപ്പൊക്കണം. ഇത് ഇയാളുടെ മാത്രം ഐഡിയ കേട്ടോ, നദ്വിയുടെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആരാധ്യനായ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കേൾപ്പിക്കാൻ നിന്നാൽ സമയം പോകുന്നുള്ളതുകൊണ്ട്. ജിഫ്രി തങ്ങൾ 3 ദിവസം മുമ്പ് പറഞ്ഞു, ഈ നദ്വി പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ല, സമസ്തക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ കൈകൈകി. ഇയാളെ പറയുന്നതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ മഹാനായ ജിഫ്രി തങ്ങളാണ്. ഇയാളുടെ കൂടെ ഉള്ളതാരാണ്? നാസിർ ഫൈസി കൂടത്തായി. ആ നാസിർ ഫൈസി കൂടത്തായി സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞ എത്ര വീഡിയോ വേണം? എത്ര വീഡിയോ ശബ്ദരേഖ ഞാൻ കേൾപ്പിക്കാൻ എൻ്റെ കയ്യിലുണ്ട്. സാദിഖ് അലി തങ്ങള് നമ്മളെ സുന്നികൾക്ക് അപമാനാണ്. അയാൾ ഓണപ്പാട്ട് പാടി. അയാൾ ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി വേറെന്തൊക്കെയോ ചെയ്തു. അത് ചിലതുണ്ട്, ഞാൻ പിന്നെ പറയാം, കുറച്ച് കഴിയട്ടെ. അതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, അത് ഇവിടെ കാണിക്കാൻ പറ്റില്ല. അത് കാണാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും നിൽക്കും വേണ്ട. അതും വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാം. ഇതിലൂടെ അതൊക്കെ കേൾക്കും. ഇവിടെ മാത്രമല്ല, കേരളത്തിലാകെ കേൾക്കും. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് ആധികാരികമായി പറഞ്ഞു. എന്നിട്ട് ആ തങ്ങള് വളരെ മോശമാണ്. സുന്നി ഗ്രൂപ്പിൽ ഇതേ നാസർ ഫൈസി കൂടത്തായി സാദിഖ് അലി തങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്. അതുകൊണ്ട് നദ്വി സമസ്തയുടെ ആളാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് സമസ്തയായിട്ട് ഇരു സമസ്തകളുമായിട്ടും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ അറിയോ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നടക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട നദ്വി, ഇയാൾക്കറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടല്ലോ, ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി, ആ പാർട്ടിന്റെ കൂടെ നിൽക്കുന്ന UDFലെ ഒരു പാർട്ടിയുടെ പേര് RMP, മറ്റൊരു പാർട്ടിയുടെ പേര് CMP, വേറൊരു പാർട്ടിയുടെ പേര് RSP. എന്താ CMP എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. RMPയോ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ മാർക്സിസം മുസ്ലിങ്ങൾക്കെതിരാണോ? ആണെങ്കിൽ സാദിഖ് അലി തങ്ങള് RMPയുടെ നേതാവ് രമക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോവോ? മുസ്ലിം ശരീഅത്ത് വിഷയത്തിൽ സ്ത്രീകൾക്ക് മുസ്ലിം ശരീഅത്ത് പ്രകാരം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ച, പരസ്യമായി ലേഖനം എഴുതിയ ആളാണ് KK രമ. ആ ശരീഅത്തിനെതിരിൽ അങ്ങനെ പറഞ്ഞ രമക്ക് വേണ്ടി ഈ നദ്വിന്റെ നേതാവ്, മുസ്ലിം ലീഗിന്റെ നേതാവ് എന്തിനു പോകുന്നു? നിങ്ങൾ പറ. എവിടെയാണ് കമ്മ്യൂണിസം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളത്? നിങ്ങൾ പറ. ഇയാൾ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, റഷ്യയിലെ ചൈനയിലൊക്കെ ഇല്ലേ? ഒരു 30 ജുസിന്റെ ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ പറഞ്ഞതിന് ആധികാരികമായി പറഞ്ഞു പോകണല്ലോ. ഇത് ഇവരിൽ ചിലരൊക്കെ ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട ഖുർആനെ കുറിച്ച് റഷ്യയില് ലെനിൻ കമ്മ്യൂണിസ്റ്റുകാരെ ചതിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട നദ്വി, സമയം കിട്ടുകയാണെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിക്കണം. നിങ്ങളെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു. എവിടെ സഖാബിയ കടലാസ് പോയി? അത് ഞാൻ വായിക്കാം. കുറച്ച് ഇപ്പൊ വായിക്കണ്ട, കുറച്ച് കേട്ടെ. അല്ല ആടം കേട്ടെ, ഇതിനുള്ളിലുണ്ട്, ഞാൻ എടുത്തോളാം. കാക്കനാടന്റെ ഒരു പുസ്തകം ഉണ്ട് ഇയാളെ കുറിച്ച്, നിങ്ങൾ വായിക്കേണ്ട സാധന. ഇയാൾ എന്താന്ന് കൃത്യമായിട്ട് കാക്കനാടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഇത് CH മുഹമ്മദ് കോയ സാഹിബ്, MK മുനീർ സാഹിബിന്റെ പിതാവ്. MK മുനീർ സാഹിബ് ഇപ്പോ അസുഖം ബാധിച്ച് വീട്ടിൽ കിടക്കാൻ, ഹൃദയ സംബന്ധമായി. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാനും അദ്ദേഹം തമ്മിലുള്ള 24 ചാനലിലെ ജനകീയ കോടതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ അഭിപ്രായവ്യത്യാസം വേറെ, വ്യക്തിപരമായ അഭിപ്രായവ്യത്യാസം സൗഹൃദം വേറെ. മഹാനായ CH മുസ്ലിം ലീഗിന്റെ നേതാവ് കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലത്ത് അദ്ദേഹം റഷ്യയിൽ പോയി. ഞാൻ കണ്ട റഷ്യ ഇത് യാത്രാ വിവരണമാണ്. CH മുഹമ്മദ് കോയയുടെ. SK പൊറ്റക്കാട് കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഞ്ചാര സാഹിത്യകാരനാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം റഷ്യയിൽ പോയി. ആ റഷ്യയിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വായിക്കാൻ നിന്നാല് വൈകുന്നേരം വരെ വായിക്കേണ്ടി വരും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇയാളുടെ കമ്മ്യൂണിസം ഒന്നറിയാൻ വേണ്ടി. 3-ാം തീയതിയാണ് ഞങ്ങള് മോസ്കോയിലെത്തിയത്. 3-ാം തീയതി ലോഹറ് നമസ്കരിച്ചത് ലെനിൻഗ്രാൻഡിലെ പള്ളിയിലായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ജുമയും അവിടെ നമസ്കരിച്ചു. പള്ളി നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. 70-ൽ കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലത്ത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെ ലെനിൻഗ്രാൻഡിലെ പള്ളിയില് CH നമസ്കരിച്ചതിനെ കുറിച്ചാണ് CH എഴുതിയത്. പള്ളി ഒരു ഊക്കൻ കെട്ടിടമാണ്. ഒരുതരം പച്ചക്കല്ലുകൾ പതിച്ച ചിത്രവേല ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ ഏറ്റവും വിലയേറിയ പരവതാനികളാണ് വിരിച്ചിട്ടുള്ളത്. അറബ് രാജ്യങ്ങളിലെ പള്ളികളെ അപേക്ഷിച്ച് നോക്കിയാൽ പോലും വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ പള്ളി. കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന റഷ്യയില് 70-ല് നദുവിക്ക് മനസ്സിലായോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ, ചൈനയിലേക്ക് നോക്കൂ, വിരലിങ്ങനെ ചൂണ്ടല. താസ്കന്റ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചത് താസ്കന്റിൽ വെച്ചാണ്. ആ താസ്കന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടുത്തെ സംസ്കാരവും പട്ടണത്തിന്റെ കിടപ്പും ജനങ്ങളുടെ നടപ്പും ഭക്ഷണവുമെല്ലാം വടക്കേ ഇന്ത്യയിലെ മുസ്ലിം പട്ടണങ്ങൾ പോലെയാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് ഞങ്ങൾ താസ്കന്റിൽ എത്തിയത്. ഞങ്ങളുടെ ആതിഥ്യ മറത്ത് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ ദൈവവിശ്വാസമുള്ളവരും ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ബാലേ നർത്തകിമാരും, നമ്മളെ ജുംബ ഡാൻസിന്റെ വേറെ ഐറ്റം, ആ ബാലേ നർത്തകിമാരും എല്ലാം നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്. എവിടെ? കമ്മ്യൂണിസ്റ്റ് റഷ്യയില് താസ്കന്റില് കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന 70-ൽ CH. താസ്കന്റിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. പിന്നെ അവിടുത്തെ വേഷം, സ്ത്രീകൾ തലയിൽ ഉറുമാൽ ചുറ്റുന്നൊക്കെ. പഴയ നഗരവും പള്ളികളും മദ്രസകളും എല്ലാം ഞങ്ങൾ ചുറ്റിക്കണ്ടു. ഞാനും BV അബ്ദുള്ള കോയ സാഹിബും. ഞാൻ നേരത്തെ പറഞ്ഞ BV അബ്ദുള്ള കോയ സാഹിബ്, മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട ഖുർആൻ. CH പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാവന രക്തമൂറ്റിയ മുസഹഫ് താസ്കന്റ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പള്ളിയിലെ ഇമാം ഞങ്ങളോട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തന്നെ എഴുതിയതാണത്രേ ഈ മുസഹഫ്. തിമൂറിന്റെ കാലത്ത് ഈ ഗ്രന്ഥം സമർക്കണ്ടിലേക്ക് കൊണ്ടുപോയതായിരുന്നു. അവിടെ ഖാജ ഇക്രാൻ പള്ളിയിൽ അത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. 1869-ൽ റഷ്യൻ ഗവർണർ ജനറൽ അത് പീറ്റർബർഗിലേക്ക് അയച്ചു. വിപ്ലവത്തിന് ശേഷം മുസ്ലിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് ലെനിൻ അത് താസ്കന്റിലേക്ക് തന്നെ തിരിച്ചയച്ചു. അങ്ങനെയാണ് ഉസ്ബെക് ജനകീയ മ്യൂസിയത്തിൽ കരുതലോടെ അത് സൂക്ഷിക്കുന്നത്. നദുവിയെ കേട്ടോ? CH കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലത്ത് കണ്ട കാര്യം ഞാൻ പറയുന്നത്. അവിടെ പല മക്ബറകളുണ്ട്. അതിലൊന്നാണ് സൈൻഷിദ മക്ബറ, പ്രധാന കാഴ്ചാ കേന്ദ്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മച്ചുനിയനായ ഖുറൈശ് ഇബ്നു അബ്ബാസിന്റെ ശവകുടീരം ഇവിടെ കാണുന്നതാണ്. ധാരാളം മിനാരകളും മദ്രസകളും ഉണ്ട് ഇവിടെ. ഗംഭീരമായ കെട്ടിടങ്ങളാണ്. അവയിൽ നീല നിറമുള്ള കല്ലുകൾ പതിച്ചിരിക്കുന്നു. മദ്രസകളുടെ ഹോസ്റ്റലുകൾ വളരെ വിശാലവും ആധുനിക സർവകലാശാലകളോട് കിടപിടിക്കുന്നതുമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? മാത്രമല്ല അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അവിടുത്തെ പഠിത്തം കഴിഞ്ഞാൽ മദീനയിലേക്കും ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്കും റഷ്യൻ ഗവൺമെന്റ് പറഞ്ഞയക്കുന്നു. ശിഹാബ് തങ്ങൾ പഠിച്ചത് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലല്ലേ, ഈജിപ്തിലെ അവിടെ കൈറോയിലെ. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് റഷ്യയിൽ നിന്ന് ഉന്നത പഠനം നേടിയവരെ പറഞ്ഞയക്കുന്നു. ആര്? റഷ്യൻ സർക്കാർ. ഇതൊന്ന് വായിച്ചു നോക്കേണ്ടി നദുവിയെ സൗകര്യം കിട്ടുമ്പോ.
മനസ്സിലായോ? പോട്ടെ, ഇപ്പൊ നിങ്ങളുടെ നേതാവായുള്ള ബഹുമാന്യനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ 2011 ഒക്ടോബർ 30 മാധ്യമം വാരാന്ത പതിപ്പിൽ എഴുതിയ ലേഖനം. എന്താ ലേഖനത്തിന്റെ പേര്? വൻമതിലിന്റെ നാട്ടിൽ. ഇത്ര കൊല്ലായി ഈ നാട്ടില് ലീഗാർ എന്താ പറയുന്നത്? ചൈനയിൽ നോൽമ്പ് വെൽക്കാൻ സമ്മതിക്കൂല, ചൈനയിൽ നിസ്കരിക്കാൻ സമ്മതിക്കൂല, കമ്മ്യൂണിസ്റ്റുകളെ മുസ്ലിങ്ങൾക്കെതിരാണ്. ഈ നദ്വിയെ പോലുള്ളവർ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുക, വലിയ തലേക്കെട്ടും താടിയും വെച്ച് പണ്ഡിത വേഷം ധരിച്ച് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുക. ആ സ്വന്തം കൂട്ടത്തിലുള്ള മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഈ ലേഖനം ഒന്ന് വായിക്കുക. അല്ലെങ്കിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ വരുമ്പോ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക, എന്താ പറയുന്നത്? ചൈനയിൽ മാവോയിസം, ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം തുടങ്ങി പല മതങ്ങളും ചൈനയിലുണ്ട്. 17% മുസ്ലിങ്ങളുണ്ട്. അവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വക്കാസ് പള്ളിയിലായിരുന്നു ഞങ്ങൾ വെള്ളിയാഴ്ച ജുമക്ക് നമസ്കരിച്ചത്. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ലേഖനാത്. അദ്ദേഹം ഷാങ്ഹായി എന്ന ഒരു പട്ടണത്തിൽ പോയി. ഷാങ്ഹായി എന്ന ഒറ്റ പട്ടണത്തിൽ മാത്രം, ഷാങ്ഹായി ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യ ചൈനയിലെ, ഷാങ്ഹായി എന്ന് പറയുന്ന ഒറ്റ പട്ടണത്തിൽ മാത്രം 80-ൽ പരം മുസ്ലിം പള്ളികൾ. കാല നാസർ കൊളായി അല്ല, പിന്നാര കാല മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. നദവിക്ക് മനസ്സിലായോ? ഞങ്ങൾ പോയ ചെറിയ പള്ളിയിൽ പോലും ജുമാക്ക് 3000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. എവിടെ? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ. ഇവിടെ പള്ളികളുടെ കാര്യം നോക്കാൻ ഗവൺമെന്റ് ആൻഡ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നിലവിലുണ്ടെന്ന് പള്ളിയിലെ ഇമാം ഞങ്ങളോട് പറഞ്ഞു. ഷാങ്ഹായിലെ മുസ്ലിം പള്ളികളിൽ ഒന്ന് പ്രവാചകൻ പ്രവാചനവുമായി വന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സഹീദ് ബിനു അബീ വക്കാസിന്റെ പേരിലുള്ള പള്ളിയാണ്. ആ പള്ളിയുടെ പേര് വക്കാസ് പള്ളി എന്നാണ്. ന്യൂനപക്ഷ മതങ്ങൾക്ക് വിലക്കോ വിദ്വേഷമോ ചൈനയിൽ കണ്ടില്ല. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഹോട്ടലിൽ കയറി പോയ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചെന്നാ ക്ലിയർ ആകുമെന്ന് വെച്ചല്ല. ഇതാണ് ആ ഫോട്ടോ. ഹോട്ടലിലെ മക്കാനിയിൽ അളമാറിന്റെ ഉള്ളിൽ പയമ്പൊരി അല്ലത്, പാമ്പിനെ പൊരിച്ചതാണ്. പാമ്പിനെ പൊരിച്ച് ആടിനെ പട്ടിനെ തോലൊളിച്ചിട്ട് ഫുൾ ഫ്രൈ ഇങ്ങനെ തൂക്കിട്ട ചൈനയില്. ഇതൊക്കെ ഈ ലേഖനത്തിലുണ്ട്. പല്ലിനെ വറുത്തത് കാലാമറച്ചണ്ട ഒക്കെ അവിടെ തിന്നും. ഈ സാധനമൊക്കെ ഇതൊന്നും മുസ്ലിങ്ങൾക്ക് തിന്നാൻ പാടില്ല, ഹറാമാണ്. ആ ചൈനയിൽ ഹലാൽ ഹോട്ടലുകൾ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾ ആ വിളി അങ്ങക്ക് വരിക നീട്ടി പറയണേ, മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ഞാൻ പറയല്ല, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അപ്പൊ മിസ്റ്റർ നദ്വി, നിങ്ങളൊന്ന് പറ, കമ്മ്യൂണിസം എവിടെയാണ് എതിര്? ഒന്ന് പറ, കേക്കട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ഇനി അതിലേക്ക് കിടക്കാം. ഇയാൾ എങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞ്? ആ സ്ഥാപനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ആ സ്ഥാപനത്തിനെതിരിൽ ഇവിടെ ഒരു ജാഥ നടന്നു. ഇവിടെ ആയത്തൊക്കെ ഓതിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഓർമ്മ. എന്നാലും ഞാൻ പറയാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം അങ്ങനെ വിളിച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്. കമ്മ്യൂണിസ്റ്റുകാരിയല്ല ജാഥ നടന്നു വിളിച്ചു. പിന്നെന്താ പറഞ്ഞു? ഫലഭൂയിഷ്ടമായ മരങ്ങൾക്ക് ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്തരുത്. ഇൻകുലാബ് സിന്ദാബാദ്. ഇത് രണ്ടും പറഞ്ഞ ഇബ്രാഹിം കുട്ടിയല്ല. ആരാ അറിയോ? പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്നു, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നത്, അള്ളാഹുവിന്റെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നത് പടച്ച തമ്പുരാൻ വിലക്കിയിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹ് മുസ്ലിം ഹദീസ്. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവില്ല, ചാത്തന് എന്ത് മത്സരല്ലേ. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. അതുപോലെ തന്നെ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? ജനങ്ങളെല്ലാം ശപിക്കുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഒന്നാമത്തെ സഹാബികൾ ചോദിച്ചു, എന്താണ് നബി ആ 2 കാര്യങ്ങൾ? 1, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തരുത്. 2, കായ്ഫലങ്ങൾ തരുന്ന വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും തണലിലായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്തരുത്. അവിടെ 2 നദിയെ
നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് അത് പാടില്ല. ഇത് ഞങ്ങൾ പറയല്ല, പ്രവാചകൻ പറഞ്ഞതാ. ആ പ്രവാചകൻ പറഞ്ഞപ്പോ നെതുവി കളികി. ഇയാൾ ആര് എന്തും പറയും. ഇയാള് ബഹുമാന്യനായ മുഹീൻ അലി തങ്ങൾ, പാണക്കാട് കുടുംബത്തിലെ നല്ല അന്തസ്സുള്ള ബാപ്പാനെ ലീഗാര് പറ്റിച്ച കഥയൊക്കെ ചരിത്രം തെളിവുകളോടെ ലീഗ് ഹൗസിൽ നിന്ന് ബഹുമാന്യനായ മുഹീൻ അലി തങ്ങളെ പറഞ്ഞപ്പോ നദിവിയെ താൻ കേട്ടിട്ടോ? തന്റെ മുസ്ലിം ലീഗിലെ ഒരു തമ്മാടിത്തം ചെയ്തവനെ തമ്മാടി എന്ന് ഞങ്ങൾ പറയും. ഈ മുഹീൻ അലി തങ്ങളെ വിളിച്ച് എന്താണെന്നറിയോ? ഇപ്പൊ ഇവിടുന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂല. മനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാ. പത്രസമ്മേളനത്തിൽ വൈകി വന്നപ്പോ VD സതീശനെ കെ സുധാകരൻ വിളിച്ചൊരു പേരുണ്ട്. അപ്പേരാ വിളിച്ചത്. മയിലേ എന്നൊക്കെ നീട്ടി പറയുവാണെങ്കിൽ അക്ഷരം അതല്ലാന്ന് മാത്രം. മുഹീൻ അലി തങ്ങളെ ഇല്ലേ, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ഈ നദവി പറഞ്ഞ എന്താ അറിയോ? തോന്നിയാസം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നു. മുഹീൻ അലി തങ്ങള് തോന്നിയാസം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇയാള് EMS പറഞ്ഞില്ല, നമുക്ക് അത്ഭുതപ്പെടാണ്ടോ? ബഹുമാന്യനായ പാണക്കാട് കുടുംബത്തിലെ മുഹീൻ അലി തങ്ങള് പറഞ്ഞ തോന്നിയാസം എന്ന് പറഞ്ഞത് ഈ നദവിയാ. വല്ല ലീഗാർക്കോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ തരാം, അല്ലെ ഇവിടെ കൊടുക്കും. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചോളി, നാസിർ കൊളായി ഒരു ബടായും പറഞ്ഞു ഇവിടുന്ന് പോകില്ല, തെളിവ് കൊടുത്തിട്ടേ പോകും സകലത്തിനും. സഖാവ് ചുരുക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ ഇരിക്കുന്ന ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടായെന്ന് അറിയോ മിസ്റ്റർ നദവി? നിങ്ങൾക്ക് 1921 കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ പാട്ട് പാടിയാ ചിലവർ പറയും പണ്ടാരടക്കം അങ്ങളെ പാട്ട് 100 പ്രാവശ്യം കേട്ട, എന്നാലും ഞാൻ പാടും. ഇവിടെ ഇപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുത്തു, 3ഓ 4ഓ പള്ളിയിൽ. അപ്പൊ ആരോ പറഞ്ഞു ഇവിടെ ഇരുന്നോളി. ഞാൻ പറഞ്ഞു ഇരിക്കണ്ട, ഞാൻ നിന്നോളാം. അപ്പൊ പറഞ്ഞു 2ഓ 3ഓ ബാങ്ക് ഉണ്ട്. എന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്നു. ഞാൻ കൊടിയത്തൂരിനാ വരുന്നത്. എന്റെ നാട്ടിൽ കൊടിയത്തൂർ അങ്ങാടിയിൽ 5 പള്ളിയാ. APക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്. പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറയുന്ന അഹമ്മദിയാക്കളുണ്ട് ഞങ്ങളെ നാട്ടില്. 5 പള്ളി. ഒരു പ്രസംഗാട് തുടങ്ങി ബാങ്ക് കൊടുത്ത 5 പള്ളിയിലെ പ്രസംഗം കഴിയുന്നവരെ ഞങ്ങൾ ഇരിക്കും. എല്ലാരും ഇരിക്കും. ഞങ്ങൾ നല്ല എല്ലാരും ഇരിക്കും. ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളികള്, മനോഹരമായ പള്ളികള്. എങ്ങനെ ഈ പള്ളികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ മിസ്റ്റർ നദവി നിങ്ങൾക്കറിയോ? നിങ്ങൾ പറയും വഖഫ് ചെയ്ത ഭൂമി ഉണ്ടെങ്കിൽ ആളുകൾ പണം കൊടുത്താൽ പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. എന്താ കാരണം? 921 അന്ന് 21 നമ്മള് ഈ മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാൻ ഈ പാട്ട് പാടുമ്പോ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കേനി. മുസ്ലിം ലീഗിന്റെ ഒക്കെ പഴയ ചില മനുഷ്യന്മാർ പോലെ കുറ്റം പറയല്ലോ കേട്ടോ, കളിയാക്കല്ല. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടിന്റെ ഈണത്തിലുള്ള ഈ വരി കേൾക്കുമ്പോൾ ഇങ്ങനെ തലാട്ടു. പാവങ്ങൾ വിചാരിച്ചത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയാണ്. 1921 100ാം വാർഷികം 2021 ഞങ്ങൾ ആചരിച്ചു ഈ കേരളത്തിൽ. ലീഗ് ആചരിച്ചു ഈ കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമി ആചരിച്ചു ഈ കേരളത്തിൽ. SDPI ആചരിച്ചു ഈ കേരളത്തിൽ. അവരും പാടി അന്ന് ഈ പാട്ട്. അന്ന് 21 നമ്മള്. എന്റെ ലീഗ് SDPIക്കാരാ, ജമാഅത്ത് ഇസ്ലാമിക്കാരാ. തനിക്കറിയോ ഈ പാട്ട് എഴുതിയാരാൻ? ഒരു മോയിൻകുട്ടി വൈദ്യർ എഴുതിയല്ലത്. ഇത് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന സഖാവ് എഴുതിയ വരികളാ. സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇതിന്റെ പേരിലാ ബ്രിട്ടീഷ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലിട്ട് വിരലടിച്ച് തകർത്തത്. അല്ലേ? ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരൻ അടച്ചുപൂട്ടിയത്. അല്ലേ? 921 എന്തിനായിരുന്നു? ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള യുദ്ധം. വലിയ പടപ്പുറപ്പാട്. ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള സമരം. എന്റെ പ്രസംഗം കേൾക്കുന്ന കോൺഗ്രസ് ഉണ്ടോ ഇവിടെ? 1920 കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ഗാന്ധിജി പ്രസംഗിക്കുമ്പോ സദസ്സിന്റെ മുൻനിരയിൽ ഇതുപോലെ ഇരുന്ന ആൾക്കൂട്ടത്തിൽ 2 പേരുടെ പേരെന്താ അറിയോ? ഒന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മറ്റൊരാളുടെ പേരെന്താ അറിയോ? ആലി മുസ്ലിയാർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ കോൺഗ്രസ് മെമ്പർഷിപ്പ് കാണണോ? കോൺഗ്രസിന്, ലീഗിന് ഞാൻ കാണിച്ചുതരാം, എന്റെ കയ്യിലുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പൗരത്വ ബില്ലിന്റെ സമയത്ത് മലപ്പുറത്ത് വെച്ച് സഖാവ് പിണറായി പ്രസംഗിച്ചു. ഈ കുന്നിനപ്പുറമാണ് വാരിയംകുന്നത്തിനെ വെടിവെച്ച് വന്നത്. അന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ കണ്ണ് നിങ്ങൾ കെട്ടരുത്, എന്റെ പറകിൽ നിന്ന് വെടിവെക്കരുത്,
എന്റെ മുന്നിൽ നിന്ന് വെടിവെക്കണം. എന്റെ നെഞ്ചിലേക്ക് വരുന്ന വെടിയുണ്ടകളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വെടിയേറ്റു മരിച്ച മണ്ണാണിത്. പിണറായി പ്രസംഗിച്ച നിങ്ങൾ കേട്ടില്ലേ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ചെറുപ്പക്കാരെ തെരുവിലിറക്കിയപ്പോ ലീഗ് നിങ്ങൾ പാടിയൊരു പാട്ടുണ്ട്. എന്താണ് ആ പാട്ട്? പൊട്ടിപ്പുറം പുണ്ണാക്കുവാൻ ഉളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട, ഒരു കാലവും അത് താരുകില്ല മഹാരാജൻ. ഭോജരാജാവായ പടച്ചോൻ തരൂല എന്നല്ല, ബ്രിട്ടീഷ് മഹാരാജാവ് സ്വാതന്ത്ര്യം തരൂല. അതിനുവേണ്ടി തെരുവിലിറക്കിയിട്ട് പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ട. മനസ്സിലായിനോ ലീഗർക്ക്? 2 മാസം മുമ്പ് മലപ്പുറത്ത് കലക്ടറേറ്റിന് മുമ്പിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മാർച്ച്, ഷാജി കെ വയനാടിന്റെ പ്രസംഗം കലക്ടറേറ്റിലേക്ക് ചൂണ്ടിക്കാണ്ടിട്ട് ഓന്റെ ബടായി വർത്താനം എന്താണെന്നറിയോ? ഈ കലക്ടറേറ്റ് ഉണ്ടല്ലോ, ഇത് ബ്രിട്ടീഷുകാരന്റെ പട്ടാള ബാരക്കായിരുന്നു. അവിടെ മുസൽമാന്റെ രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, നിലവിളിയുണ്ട്. മുന്നിലുള്ള യൂത്ത് ലീഗാരനെ ഉഷാറാക്കാനായി പ്രസംഗിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട KM ഷാജി, ഈ പ്രദേശത്തുള്ള യൂത്ത് ലീഗിനെ ഞാൻ വെല്ലുവിളിക്കുക. 1921 ഈ സംഭവം നടന്ന് 47 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് 21 അനുകൂലിച്ച് ഒരു വരി ലീഗ് പ്രസംഗിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറ. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് അവിടെ. 1941 അന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ ലാഹോറിൽ ഉണ്ടാക്കിയ സംഘടനയാണ് മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി. 47 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് ഈ 921 അനുകൂലിച്ച് ഒരു വരി എഴുതിയിട്ടുണ്ടോ മൗദൂദി പ്രബോധനത്തിൽ? വേറെ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങോട്ട് വരിക. 921 പാട്ടും പാടി. 1921 മലബാർ കലാപം നടന്നപ്പോ ബ്രിട്ടീഷുകാരെ ലോകത്തോട് പറഞ്ഞത് അത് മാപ്പിള കലാപമാണ്, വർഗീയ കലാപം. 921 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടില്ല അല്ലേ കൃഷ്ണകുട്ടിയേട്ടാ? 21 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താസ്കണ്ടില് രൂപീകരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. മഹാനായ ലെനിൻ ബംഗാളുകാരനെ അനുഭവ് മുഖർജിയെ വിളിച്ചിട്ട് പറഞ്ഞു, തെക്കേ ഇന്ത്യയിലേക്ക് പോകണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ലെനിൻ ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തെക്കേ ഇന്ത്യയിൽ മലബാറിൽ കർഷകനും കർഷക തൊഴിലാളികളും ജന്മിത്വത്തിനോടും സാമ്രാജ്യത്വത്തിനോടും ആയുധമെടുത്ത് പോരാടി ഒരു നാടുണ്ടാക്കി. ആ നാടിന്റെ പേര് മാപ്പിള നാട്, നല്ല ലീഗ്, മലയാള നാട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാരിട്ട പേര് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ ലെനിൻ. 1921 25ാം വാർഷികം പെരിന്തൽമണ്ണയിൽ ആചരിച്ചു ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? അന്ന് സഖാവ് EMS, ബ്രിട്ടീഷ് ഇന്ത്യയില സഖാവ് EMS ഒരു പ്രമേയം വായിച്ചു. എന്താ പ്രമേയം? ആഹ്വാനവും താക്കീതും. എന്താ ആഹ്വാനം? കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. എന്താ താക്കീത്? ആ സമരം ചിലയിടങ്ങളിൽ വഴിമാറിപ്പോയിട്ടുണ്ട്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോ കേരളത്തിൽ നമ്മള് മതന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ്. SDPIന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും കൂടെ നിൽക്കാൻ കഴിയോ? ഇല്ല. അന്നുണ്ട് ഇതുപോലെ വേറിട്ട് നിൽക്കുന്നവർ. രണ്ടിനുമെതിരെ. അതാണ് ആഹ്വാനവും താക്കീതും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര്. അത് കഴിഞ്ഞ് സഖാവ് AKGയുടെ പ്രൗഢോജ്വലമായ പ്രസംഗം ഈ കർഷക സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് ഗാന്ധി AKG ഇറങ്ങി റോഡിന്റെ അപ്പുറത്ത് പോലീസ് വണ്ടി അവിടെ നിൽക്കുന്ന മാതിരി ബ്രിട്ടീഷ് പട്ടാളക്കാർ നിൽക്കുക. AKGയെ പിടിച്ച് ജയിലിലിട്ടു ഈ സമരത്തിന് അനുകൂലമായി പ്രസംഗിച്ചതിന്. 1940 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സകല രാഷ്ട്രീയ തടവുകാരെയും കോൺഗ്രസ് വിട്ടയച്ചു, AKGയെ വിട്ടയച്ചില്ല. അതുകൊണ്ടാണ് 1940 ആഗസ്റ്റ് 15 കണ്ണൂർ ജയിലിലെ 32ാം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണൂർ ജയിലിന്റെ മുറ്റത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ മനുഷ്യന്റെ പേര് സഖാവ് AK ഗോപാലൻ, സഖാവ് AKG. മനസ്സിലായി നിങ്ങൾക്ക്? 921 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പള്ളികൾ നിരോധിച്ചു. എന്താ കാരണം? മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സമരം. അതുകൊണ്ട് ഇനി പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ മാത്രമല്ല, പല പള്ളികള് കൊന്നാരുമക്കാം കേരളത്തിന്റെ നിയമസഭയിൽ M സ്വരാജ്
പ്രസംഗിച്ച കൊന്നാരി മക്കാമിനെ കുറിച്ച് വായക്കാട് എന്റെ നാടിനടുത്ത്. കൊന്നാരി മക്കാമിന്റെ ചുമരുകളിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടയുടെ പാറുണ്ട്. കൊന്നാരി മക്കാമിലെ തങ്ങൾ ബ്രിട്ടീഷുകാരെതിരെ സമരാഹ്വാനം ചെയ്തു. ഈ കേരളത്തിൽ മലബാറിൽ പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ, മദ്രസകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ കേന്ദ്രങ്ങളാണ്. ഇനി ഉണ്ടാക്കാൻ പാടില്ല, പൊളിഞ്ഞ പുനഃസ്ഥാപിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് നിയമം തിരിച്ചു കൊണ്ടുവന്ന, പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നില്ല. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ലീഗിന് 6 MLA-മാർ, ഉപ്പി സാഹിബ്, സീതി സാഹിബ്, പോക്കർ സാഹിബ്, ചടയൻ സാഹിബ്, 2 കൂടി ഉണ്ട്. ഇനി മറ്റേ സാഹിബ്, മറിച്ചേ സാഹിബ്, 6 കൂട്ടിക്കോ. ഇല്ലേ? നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് വരിപ്പിച്ചു. പള്ളി ഉണ്ടാക്കാൻ ഒരു പ്രമേയം കൊണ്ടുവന്ന നിങ്ങളവിടെ. മലബാറിൽ നിന്ന് നിങ്ങളെ കാണാൻ പലരും നിവേദനമായിട്ട് വന്നു. തിരിഞ്ഞു നോക്കിയോ ലീഗ നിങ്ങൾ? 1956 നവംബർ 1 കേരളം ഉണ്ടായി. ആ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ സഖാ VMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു കയറി. എന്താ കാരണം? 921 സമരം ജന്മിത്വത്തിനെതിരെയുള്ള സാമ്രാജ്യത്തിനെതിരെയുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടാണ്. അത് മാത്രമല്ല, കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും ഒഞ്ചിയവും പാടിക്കുന്നും എണ്ണിയാൽ തീരാത്ത സമരപഥങ്ങൾ എല്ലാം ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. 95% മനുഷ്യർക്ക് ഭൂമിയില്ല, 5% കയ്യിലാ ഭൂമി. ഈ സമരങ്ങളുടെ മുമ്പിൽ കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, പുന്നപ്രയുടെ, വയലാറിന്റെ, പാടിക്കുന്നിന്റെ, ഒഞ്ചിയത്തിന്റെ സമര പോരാട്ടങ്ങളുടെ മുമ്പിൽ പാടിയ കൊടിയത ഈ ചെങ്കൊടി കമ്മ്യൂണിസ്റ്റുകാരന്റെ. അനുഭവ സാക്ഷ്യമുള്ള ജനം, ഭൂമിയില്ലാത്ത ജനം, കിടന്നുറങ്ങാൻ വീടില്ലാത്ത ജനം, പട്ടിണി പാപങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതൊന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ ഇപ്പൊ വായിച്ച റഷ്യ ഉണ്ടല്ലോ, ചൈന ഉണ്ടല്ലോ, ക്യൂബ ഉണ്ടല്ലോ, കൊറിയ ഉണ്ടല്ലോ, പോളണ്ട് ഉണ്ടല്ലോ, ഒക്കെ വിപ്ലവത്തിലൂടെ വന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ലോകത്ത് ആദ്യമായി വന്ന ഒരു ഗവൺമെന്റ്, EMS-ന്റെ ഗവൺമെന്റ് വലിയ വെല്ലുവിളിയാ. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കും? ലോകത്തിൽ ആദ്യമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ ഭരണകൂടത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നേതൃത്വം നൽകുന്നു. അയാളുടെ പേരാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉദാഹരണമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. എന്നിട്ടല്ലേ ഈ നദവി ആ EMS അധികാരത്തിൽ വന്നു എന്ന് 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്ന 6ാമത്തെ ദിവസം ഒരു ഉത്തരവിറക്കി. എന്താ ഉത്തരവ് അറിയോ? കുടിയിറക്ക് നിരോധന നിയമം. നദിവിയെ വീട്ടിൽ പോവുക, ആധാരം എടുക്കുക, ആധാരത്തിന്റെ അടിയാധാരം എടുക്കുക, അതിന്റെ അടിയാധാരം എടുക്കുക. നദിവി ഇന്ന് പോയിട്ട് ചെയ്യണം. വീട്ടില് 5-6 അടിയാധാരം മറിച്ച് ചെന്നാല് അവസാനം കാണലെന്താ അറിയോ? ഭൂമി ബ്രഹ്മസ്വം, ദേവസ്വം. ഇവിടുത്തെ ബ്രഹ്മസേത ദേവസേത നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ വരുന്ന സ്ഥലത്ത് തൃക്കളയൂർ ദേവസ്വത്തിന്റെ എന്റെ ഒക്കെ ഭൂമി. എന്താ കാരണം? നാട് ഭരിക്കുന്ന രാജാവാണ്. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദു 4 ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രനേക്കാൾ താന്നവര് പറയേര്, പുലിയേര്. അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല, പിന്നെ പറയാം. ബ്രാഹ്മണൻ ദൈവപുത്രൻ. രാജാവിന് സ്വർഗത്ത് പോണെങ്കിൽ ദൈവപുത്രനെ സ്വാധീനിക്കണം. കൃഷ്ണൻകുട്ടിയേട്ടാ, ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ ഒരു സുഖം കേട്ടോ. ഒരു മുടി കിട്ടിയാൽ മതി. മുടി നാരയായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ കൂടി കടക്കണമെങ്കിൽ, അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ കൈ പിടിച്ചാൽ കുഞ്ഞാലിക്കുട്ടി വരുന്ന നല്ല ചരക്കല്ലേ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുക ഇല്ലേ? അപ്പോ രാജാവിന് സ്വർഗത്ത് പോണെങ്കിൽ ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കണം. ഭൂമി ബ്രാഹ്മണന്റെ പേരിൽ ദാനം ചെയ്തു, ബ്രഹ്മസ്വം. ദേവന് സംഭാവന ചെയ്തു, ദേവസ്വം. അത് നടത്തുന്ന ആരാണ്? ദേവബ്രാഹ്മണൻ. ഇപ്പൊ ഇവിടൊക്കെ ചിലർ ചോദിക്കും, ഈ നാട്ടിൽ മുമ്പ് വലിയ പേരിട്ട പൈസക്കാരുണ്ടായിനല്ലോ. ഉണ്ട്. മേപ്പാട്ടം, കീപ്പാട്ടം, പാട്ടാണ്, പാട്ടഭൂമിയിലാണ്. തമ്പ്രാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. മനസ്സിലായി നിങ്ങൾക്ക്? നദിവിയെ നിനക്ക് മനസ്സിലാവും. 1957 ഏപ്രിൽ 11-ാം തീയതി സഖാ VMS-ന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണ് നദിവിന്റെ മുൻതലമുറക്കാർക്ക് മാത്രമല്ല നമ്മുടെ ഒക്കെ മുൻതലമുറക്കാർക്ക് ഭൂമി കിട്ടിയത്. ആ ഭൂമിയിലാണ് നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമുക്ക് പൈസ ഉണ്ടായത്. അന്ന് EMS ഇറക്കിയ ഒരു ഉത്തരവ് എന്താണ്? വിദ്യാഭ്യാസം സാർവത്രികം, സൗജന്യം. ഇവിടെ ചിലരൊക്കെ പറയും ഗൾഫാണ്. ചെമ്മാടിന്ന് കേട്ടാൽ മുമ്പ് ഗൾഫ് സാധനം വാങ്ങാൻ പറ്റുന്ന സ്ഥല. സകല സ്പ്രേയും 3-5
അല്ലെ ബ്രൂട്ടും എല്ലാം കിട്ടുന്ന സ്ഥല ചമ്മാട്. ഈ നാടിന്റെ വികസനത്തില് ഏറ്റവും വലിയ സംഗതി പ്രവാസികളാണ്, ഒരു സംശയമില്ല. പക്ഷെ എങ്ങനെ ഗൾഫിലേക്ക് പോയത്? ഗൾഫിലേക്ക് പോകാൻ ഇടയിൽ അറബിക്കടലുണ്ട്, നീന്തി കിടക്കാൻ കഴിയൂല. വിമാനം വേണം, വിസ വേണം. മാമുക്കോയ മോഹൻലാലിനും മമ്മൂട്ടിനും കൊണ്ടുപോയിനി ഒരു ലോഞ്ചില് അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം, ചാടിയോ നീന്തിയോ എന്ന് പറഞ്ഞ് മദിരാശിയിലാ കയറിയ നീന്തിട്ട്. മനസ്സിലായി നിങ്ങൾക്ക്? ഗൾഫിലേക്ക് നാടോടിക്കാറ്റ്. വിമാനത്തിൽ പോണേ പൈസ വേണം, വിസക്ക് പണം വേണം. എവിടെ ഉണ്ട്? മലയാളിന്റെ കയ്യിൽ ഭൂമി കിട്ടി 56, 57 ഭൂമിയിൽ അധ്വാനിച്ചു, പൈസ ഉണ്ടായി. അല്ലെങ്കിൽ ഭൂമിന്റെ ഒരു അട്ടം വിറ്റു, പൈസ ഉണ്ടായി. അല്ലെങ്കിൽ ഭൂമി ബാങ്കിൽ പണയം വെച്ചു, പൈസ ഉണ്ടായി. വിമാനത്തിന് ടിക്കറ്റ് എടുത്തു, വിസക്ക് പണം കൊടുത്തു, ഗൾഫിൽ പോയി. ഗൾഫിൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെ ഉണ്ട്? അന്നാണ് EMS കൊണ്ടുവന്നത്. വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം. EMS ആരാന്ന് ഈ നദിവിക്ക് മനസ്സിലാണ് ഈ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. EMSന്റെ കാലത്ത് 57 LP സ്കൂളിൽ UP സ്കൂളിൽ പഠിക്കണമെങ്കിൽ 3 റുപ്യ. അന്നത്തെ 3 റുപ്യ. ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 റുപ്യ. അത് കേരളത്തിൽ സാർവത്രികം സൗജന്യമാക്കിയ ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. നിയമം കൊണ്ടുവന്നത് നദിവിയെ EMS ആണ്. ഇന്ന് വീട്ടിൽ നിന്ന് എഴുതിപ്പടി EMS എഴുതി പഠിക്കണം. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ലീഗിന്റെ കാലത്തോ അബ്ദുറബ്ബ് കേരളത്തിന്റെ മന്ത്രിയായപ്പോ സ്കൂളുകളൊക്കെ തകർന്നു, ചോർന്നു. അധ്യാപക നിയമനമല്ല, PSC ആളെ വിളിക്കുന്നില്ല. കെട്ടിടങ്ങൾ തകർന്നു, പഠിപ്പിക്കാൻ ആളില്ല. എല്ലാരും പല സ്കൂളിലേക്കും പോയി. കോഴിക്കോട് കാരപ്പറമ്പിലെ സ്കൂളിൽ ലീഗുകാർ വിൽക്കാണ്. കാരണം പറഞ്ഞ ഇംഗ്ലീഷിലാ. അണക്കോണമി ലാഭകരല്ല. അതെന്താ ഉണക്കലും കച്ചവട? 57 EMS ഉണ്ടോന്ന് നിയമമുണ്ട് ഈ നാട്ടില്. വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം, മൗലികാവകാശ. എന്റെ വിഷയം ചുരുക്ക ഇല്ലേ? ആ നിയമമൊക്കെ കൊണ്ടുവന്ന് 1957 ഏപ്രിൽ 25 ഡേറ്റ് ആട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഞാൻ തർക്കിക്കാൻ നിൽക്കണ്ട. നദുവിൻ ലീഗും 25 EMS പുലാമന്തോളിൽ വരുന്നു. ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ EMSന് സ്വീകരണം കഴിഞ്ഞ് EMS തിരിച്ചു പോവാണ്. അപ്പോ അവിടുത്തെ മുസ്ലിങ്ങൾ പടച്ചോൻ കാത്തിട്ട് ഈ പുലാമന്തോൾ നിങ്ങളൊന്ന് പോയി നോക്കണ്ടിട്ടോ. ഇപ്പോൾ ഒരു മുസ്ലിം ലീഗിന്റെ ആഫീസ് പുലാമന്തോളിലില്ല. മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ദേശീയ മുസ്ലിങ്ങൾ. അവിടുത്തെ മുസ്ലിങ്ങള് EMSന് ഒരു നിവേദനം കൊടുത്തു. നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞു, എന്താ പറഞ്ഞ്? വഖഫ് ചെയ്ത ഭൂമിയും വയല് പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല, പരിഹാരം ഉണ്ടാക്കും എന്നാ പറഞ്ഞ്. 57 ഏപ്രിൽ 25 ഒരു മാസം കഴിഞ്ഞ് മെയ് 25 ഒരു നടപടിയില്ല. 6 ദിവസം കഴിഞ്ഞ് മെയ് 31 ഒരു നടപടിയില്ല. ജൂൺ മാസത്തിലേക്ക് കടന്നു. ജൂൺ മാസം 7-ാം തീയതി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. ആ ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പിയാണ് നദുവിയത്. ഇവിടെ ഒട്ടിച്ചു പോകും. ഞാനിന്ന് നാളെ എടുത്ത് വായിക്കണം. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഉണ്ടാ കുറച്ച് ഉറക്കെ പറഞ്ഞു. എന്താ ഉത്തരവ്? എന്താ ഉത്തരവ്? മനസ്സിലായിട്ടുണ്ടോ? ഈ ഉത്തരവ് ഇതിന്റെ നമ്പർ പറഞ്ഞ ഡേറ്റ് 7/6/1957. ഓർഡർ നമ്പർ MA/4/16/410/57 പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. മനസ്സിലായോ? ഈ ചെമ്മാടങ്ങാടിയിൽ 921 ശേഷം പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി ഉണ്ടാക്കാനുള്ള ഉത്തരവ് കൊണ്ടുവന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, സഖാവ് EMS ആണ്. നിങ്ങൾ പറഞ്ഞ 11-ാം വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഒരമ്മയുണ്ടല്ലോ, ഒരു ഉമ്മ. ആ ഉമ്മയുടെ മകനായി പറഞ്ഞ EMS കൊണ്ടുവന്ന നിയമം. അങ്ങനെ മദ്രസ ഉണ്ടായത്. ആ മദ്രസകൾ വളർന്നാണ് ഇപ്പൊ സ്വന്തം യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ വൈസ് ചാൻസലറാന്ന് പറഞ്ഞ് കുത്തിരിക്കുന്ന കസേല ഉണ്ടായത്. അത് ഉണ്ടാക്കാൻ ആ ഭൂമി കിട്ടിയത്, അതുണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നത് EMS ആണ്. മനസ്സിലായിട്ടുണ്ടോ നദവിക്ക്? ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇങ്ങനെ പറയാണ്, കമ്മ്യൂണിസ്റ്റുകാര് മുസ്ലിങ്ങൾക്കെതിരാണ് അല്ലേ? നമുക്ക് EMSലേക്ക് തന്നെ വടങ്ങാം.